ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തരകർമ്മി ആത്മീയതയുടെ 229 സെഷനാണല്ലോ ഇത്. 7-ാം സദനത്തെക്കുറിച്ചുള്ള 3-ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 7-ാം സദനത്തെക്കുറിച്ചുള്ള 4 അധ്യായങ്ങളിൽ 1-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ ഖണ്ഡികയിലേക്കാണല്ലോ നമ്മളിപ്പോൾ കടക്കുന്നത്. കഴിഞ്ഞ ഖണ്ഡികയിൽ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായ മദ്രേസ്യ ബന്ധിത അവസ്ഥയിൽ കഴിയുന്ന ആത്മാക്കളെ കുറിച്ച്, പാപ അവസ്ഥയിൽ, വരപ്രസാദമില്ലാത്ത അവസ്ഥയിൽ, കൈകാലിൽ കെട്ടപ്പെട്ട് ഇരുട്ടറെ കഴിയുന്ന വ്യക്തികളെ പോലെയാണ് അവർ. അല്ലെങ്കിൽ ഒരുപാട് ഭക്ഷണമുള്ള മുറിയിൽ ആണെങ്കിലും ഒരു തൂണോടോ മരത്തോടോ കെട്ടപ്പെട്ട അവസ്ഥയിൽ ഒരിടത്ത് കഴിക്കാൻ മേലാത്ത അവസ്ഥയിലാണ് അവർ കഴിയുന്നത്. അവരെ നമ്മൾ പ്രാർത്ഥന വഴി സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് മദ്രസ തുടരുകയാണ്. 5-ാമത്തെ ഖണ്ഡിക. ഇത്തരം ആത്മാക്കളെ പറ്റി അല്ല നാം ഇവിടെ പ്രതിപാദിക്കുന്നത്. ദൈവകാരുണ്യത്താൽ തങ്ങളുടെ പാപങ്ങൾക്കായി പ്രായശ്ചിത്തം ചെയ്ത് വരപ്രസാദ അവസ്ഥ സമ്പാദിച്ചവരെ കുറിച്ചത്രേ. അവരെ വർജ്യരെന്നോ നിസ്സാരരെന്നോ കരുതരുത്. അവർ ഓരോരുത്തരും ഓരോ ആന്തരിക ലോകമാണ്. ആന്തരിക ലോകം, ഓരോരുത്തർക്കും ഓരോ ആന്തരിക ലോകമുണ്ട്. ആഭ്യന്തര കർമ്മ്യം മദ്രസയുടെ വിഷയം തന്നെ അതാണല്ലോ പുസ്തകം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആഭ്യന്തര കർമ്മ്യമുണ്ട്. അവിടെ ദൈവം ഇടപെടുന്ന ഓരോ രീതിയിലാണ്, അവർ ദൈവത്തെ അനുഭവിക്കുന്ന ഓരോ രീതിയിലാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയെപ്പോലും നമ്മൾ അവഗണിക്കുകയോ നിസ്സാരെന്ന് കരുതുകയോ ചെയ്യരുത്. അപ്പോൾ ഓരോരുത്തരും ഓരോ ആന്തരിക ലോകമാണ്. അതിമനോഹരമായ അനേകം സദനങ്ങൾ ഓരോന്നിലുമുണ്ട്, ഓരോ വ്യക്തിയുടെ ഉള്ളത്തിലും ഉണ്ട്. അവയെപ്പറ്റി നിങ്ങൾക്കറിയാമല്ലോ. മദ്രസ ആവശ്യത്തിനെപ്പറ്റി വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിൻ്റെ ഉള്ളിൽ ദൈവത്തിന് വാസസ്ഥാനമുള്ളതിനാൽ അങ്ങനെ തന്നെ വേണം. ദൈവികമായ വിവാഹം എന്ന മേൽപ്പറഞ്ഞ അനുഗ്രഹം അവൾക്ക് നൽകുവാൻ നമ്മുടെ കർത്താവ് തിരുമനസ്സാകുമ്പോൾ ആദ്യമായി അവിടുന്ന് അവളെ തൻ്റെ സദനത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. പകത്തെ 7-ാമത്തെ സദനത്തിലേക്ക് ആദ്യമായിട്ട് പ്രവേശനം തരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ സൃഷ്ടി കാണുകയുണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കല്യാണം കഴിഞ്ഞ് വരൻ്റെ വീട്ടിലേക്ക് വരുന്നു ഒരനുഭവം. അടുത്ത അനുഭവമാണ് മണവാളനും മണവാട്ടി ഒരുമിച്ച് മണവറയിൽ ആയിരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ ഒരു 7-ാം സദനത്തിലേക്ക് വരുമ്പോൾ ആദ്യം തൻ്റെ സദനത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. പിന്നീടാണ് ആഴപ്പെട്ട ഒന്നാകലിൻ്റെ അനുഭവം ദൈവം കൊടുക്കുന്നത്. മുൻ അവസരങ്ങളിൽ അവൾക്ക് ഇതുപോലുള്ള ആനന്ദ പാരവശ്യങ്ങൾ അനുവദിച്ചതുപോലെ ആയിരിക്കരുത് ഇത്തവണയെന്ന് അവിടത്തേക്ക് പ്രത്യേകം താല്പര്യമുണ്ട്. അപ്പം ഇതിനു മുമ്പുള്ള സദനങ്ങൾ, പ്രത്യേകിച്ച് 6-ാം സദനത്തിലൊക്കെ പല രീതിയിലുള്ള ദൈവ സായുജ്യത്തിൻ്റെ, ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവങ്ങൾ അവിടുന്ന് അനുവദിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു 8 രീതിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരാത്മാവിന് വെളിപ്പെടുത്താം, അനുവദിക്കാം എന്ന് നമ്മൾ 6-ാം സദനത്തിൽ കണ്ടതാണല്ലോ. അപ്പം അത് ആയിട്ട് ഇവിടെ വ്യത്യാസമുണ്ടെന്ന് മദ്രസ പറയുകയാണ്. ആ സന്ദർഭങ്ങളിൽ അവിടുന്ന് അവൾക്ക് തന്നിൽ സായുജ്യ സുഖം നൽകിയിരുന്നുവെന്നതിൽ ഞാൻ ലേശം പോലും സംശയിക്കുന്നില്ല. അപ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു സായുജ്യ അനുഭവം, അതിൻ്റെ ഒരു സുഖം, ആനന്ദ മൂർച്ച ഈ മുൻ അവസരങ്ങളിലും അവൾക്ക് ദൈവം നൽകിയിരുന്നു. അതേപ്പറ്റി യാതൊരു സംശയവും മദ്രസയ്ക്കില്ല. അതുപോലെ തന്നെ മുൻ വിവരിച്ച ഐക്യതയുടെ പ്രാർത്ഥനയിലും, യൂണിയൻ ഓഫ് പ്രയർ, മറ്റേത് ആനന്ദ പാരവശ്യങ്ങൾ, റാപ്ചേഴ്സ്, ഇത് രണ്ടിനകത്തും ഇങ്ങനെയുള്ള സായുജ്യ അനുഭവം ദൈവം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സന്ദർഭത്തിൽ എന്നതുപോലെ സ്വന്തം ഉള്ളിൻ്റെ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുവാൻ അത്ര ശക്തിയായ ഒരു പ്രചോദനം അവിടെ സിദ്ധിക്കുന്നതായി ആത്മാവിന് തോന്നിയിരുന്നില്ല. ഇവിടെ 7-ാം സദനത്തിൽ മുൻ സദനങ്ങളിലേക്കാളും ആഴപ്പെട്ടൊരു അനുഭവമാണ്. അതുപോലെ മദ്രസ പറയുന്നത് സ്വന്തം ഉള്ളിൻ്റെ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുവാൻ അത്ര ശക്തിയായ ഒരു പ്രചോദനം അവിടെ സിദ്ധിക്കുന്ന ആത്മാവിന് തോന്നിയിരുന്നില്ല, നേരത്തെ കിട്ടുന്നില്ല. അപ്പോഴത്തെ ആഹ്വാനം ആത്മാവിൻ്റെ ഉപരിതലത്തേക്ക് മാത്രമായിരുന്നു. ആത്മാവിൻ്റെ ഉള്ളിനുള്ളിലേക്ക് മദ്രസ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും അതിനും ആഴത്തിലേക്കാണ് ഇപ്പോൾ ഒരു വ്യക്തിയുടെ അനുഭവം ദൈവത്തോടുള്ള ഒന്നാകലിൽ വരുന്നത്. ആ വ്യത്യാസം അത്ര ഗണ്യമല്ല. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കർത്താവ് അവളെ തന്നെ ലയിപ്പിക്കുന്നു എന്നതാണ് പ്രധാനം. വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞാലും മദ്രസ പറയുകയാണ് അത്ര വലിയ ഗണ്യമായ വ്യത്യാസമല്ല. അവിടെയും ദൈവം തന്നോട് ഈ ആത്മാവിനെ ചേർത്ത് പിടിക്കുകയായിരുന്നു, തന്നെ ലയിപ്പിക്കുകയായിരുന്നു. ഇവിടെയും ലയിപ്പിക്കുകയാണ്. രണ്ടും ആ രീതിയിൽ ഒരേ കാര്യം തന്നെയാണ്. പക്ഷെ അതിന് ആഴത്തിന് വ്യത്യാസമുണ്ട്. ഒത്തിരി വ്യത്യാസം പക്ഷെ ഇല്ലെങ്കിൽ പോലും
എന്നാൽ അവളെ അന്ധയും മൂകയുമാക്കിയാണത്രേ അത് സാധിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ 6 സദനത്തില് 8 രീതിയിൽ ദൈവം തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നു പറയുന്നത്, ആ അവസരത്തിൽ ആത്മാവ് അറിയുന്നില്ല എന്താ സംഭവിക്കുന്നതെന്ന്. അവളെ അന്ധയും മൂകയും ആക്കിയിട്ടാണ് ദൈവം അത് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത മദ്രസ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. വിശുദ്ധ പൗലോസ് തന്റെ മാനസാന്തരത്തിൽ ആ സ്ഥിതിയിലായിരുന്നല്ലോ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 8-ാം വാക്യം. പെട്ടെന്ന് കണ്ണിന് കാഴ്ച പോയി. ഇപ്പൊ എന്താ സംഭവിക്കുന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ മേലാത്ത ഒരു അന്ധതാവസ്ഥയിലേക്ക് പൗലോസ് അപ്പോസ്തലൻ സാവൂൾ പോയി. അങ്ങനെ ആത്മാവിനെ സിദ്ധിക്കുന്ന അനുഗ്രഹം എന്താണെന്നും ഏത് വിധത്തിലാണെന്നും അവളെ അറിയിക്കാതെയാണ് അത് പ്രദാനം ചെയ്യപ്പെടുന്നത്. അപ്പൊ ആത്മാവിന് അനുഭവം കിട്ടുന്നുണ്ട്, പക്ഷെ അത് എന്താണെന്ന് എങ്ങനെയാണെന്ന് അത്ര പിടികിട്ടുന്നുമില്ല. നമ്മൾ കണ്ടു ഭൗതിക ദർശനം, ഭാവനാ ദർശനം, സാന്നിധ്യ അനുഭവം തരുന്നത്, ആത്മാവിന് പെട്ടെന്നുള്ള ഉദ്ഗമനം, അങ്ങനെ അനുഭവങ്ങളിലൊക്കെ എന്താ സംഭവിക്കുമെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ സംഭവം നടന്നു കഴിഞ്ഞ് എങ്ങനെയാണെന്ന് പിടികിട്ടുന്നില്ല എന്ന് മദ്രസ വിശദീകരിച്ചിരുന്നു. അതവിടെ വീണ്ടും പറയുകയാണ്, മുമ്പ് അവളുടെ പരമാനന്ദം ദൈവ സാമീപ്യത്തിന്റെ അനുഭൂതി ആയിരുന്നല്ലോ. ദൈവത്തിന്റെ സാന്നിധ്യം ശക്തമായിട്ട് കിട്ടുന്നു, അതിന്റെ അനുഭൂതിയിലാണ് അവൾക്ക് ആനന്ദം അനുഭവപ്പെടുന്നത്. എന്നാൽ അവിടുന്ന് അവളെ തന്നോട് ഒന്നിപ്പിക്കുമ്പോൾ അവൾ ഒന്നും അറിയുന്നില്ല. അപ്പൊ അങ്ങനത്തെ അനുഭവത്തിലൂടെ ആണേലും ദൈവം അവളെ ആത്മാവിനെ തന്നോട് ചേർക്കുമ്പോൾ അവളത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് അറിയാൻ മേലാത്ത ഒരു എന്താ സ്വയം അവബോധം ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ആത്മീയശക്തികളെല്ലാം നിശ്ചേഷ്ടമായിരിക്കുകയാണ്. അതേപറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ ബുദ്ധിയും മനസ്സും എത്ര നോക്കിയിട്ട് ഒന്നും കിട്ടുകയാണ്. അങ്ങനെയാണ്. ഇങ്ങനെ വ്യത്യാസം ഉണ്ടായിരുന്ന മുൻ സദനങ്ങളിലെ ദൈവ ഐക്യ അനുഭവത്തിന് ഇവിടെയോ 6-ാമത്തെ ഖണ്ഡിക, ഈ സദനത്തിലെ സമ്പ്രദായം വേറൊന്നാണ്. ആത്മാവിന്റെ കണ്ണുകളിൽ നിന്ന് ചെതുമ്പലുകൾ നീക്കുവാനും, അതായത് അപ്പോസ്തല പ്രവർത്തനം 9:18 അനനിയാസ് വന്ന് സാവൂളിനോട് പ്രാർത്ഥിച്ചപ്പോൾ ചെതുമ്പൽ പോലെ എന്തോ ഒന്ന് അടർന്നു വീണു എന്ന് പറയുന്നുണ്ട്. കാഴ്ച കിട്ടി സാവൂളിന്. അപ്പൊ അങ്ങനെ ചെതുമ്പലുകൾ നീക്കുവാനും താൻ ചെയ്യുന്ന അനുഗ്രഹം അല്പമായിട്ടെങ്കിലും കണ്ടു ഗ്രഹിക്കുവാൻ അവളെ ശക്തയാക്കുവാനും നല്ല ദൈവം തിരുമനസ്സാകുന്നു. അപ്പം ദൈവം എന്താണ് ചെയ്യുന്നത് എന്ന് ആത്മാവ് ഒരു വിധത്തിനെ കണ്ണു തുറന്ന് കാണുന്നത് പോലെ, ബാഹ്യമായ കണ്ണുകളല്ല എങ്കിൽ പോലും ഒരു കാഴ്ചയുടെ ഒരു അനുഭവം കിട്ടുന്നുണ്ട്. അതിനെ അവിടുന്ന് സ്വീകരിക്കുന്ന രീതി അസാധാരണവും അത്രേ. ബൗദ്ധികമായ ഒരു ദർശനത്താൽ, ഇന്റലക്ച്വൽ വിഷൻ, ഈ സദനത്തിൽ പ്രവേശനം ലഭിച്ചു കഴിയുമ്പോൾ സത്യത്തിന്റെ സവിശേഷമായ ഒരു പ്രതിനിധാനം, പ്രസന്റേഷൻ വഴി പരിശുദ്ധ ത്രിത്വം 3 ആളുകളും ആത്മാവിന് സ്വയം വെളിപ്പെടുത്തി കൊടുക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തിലെ 3 വ്യക്തികളും തന്നെ വെളിപ്പെടുത്തുകയാണ്. ഒരു പ്രത്യേകമായ ഒരു ബൗദ്ധിക ദർശനത്താൽ, സത്യത്തിന്റെ സവിശേഷമായ ഒരു പ്രതിനിധാനം വഴി നമ്മൾ പറയുന്നത്. ഇപ്പൊ ഇവിടെ ത്രിത്വക ദൈവത്തിന് 3 വ്യക്തികളെയും നേരിട്ട് എന്ന പോലെ അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ആത്മാവ് കടന്നു വരുന്നത്. ആത്മാവ് സ്വയം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് 3 ആളുകളും. ആദ്യമായി അത്യധികം പ്രകാശമാനമായ മേഘപടലത്തിൽ നിന്ന് എന്ന വണ്ണം ചേതസ്സിന്, സ്പിരിറ്റ്, ഒരു ഉത്തേജനം ശ്രദ്ധിക്കുന്നു. ഇപ്പൊ തേജസ്, സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഒരു ആത്മീയ ആന്തരിക ഘടകം. അതോടൊപ്പം തന്നെ അവതരിച്ച ആത്മാവ്, സോള് എന്ന് പറയുന്ന ഒരു ഘടകത്തേക്ക് ചിലപ്പോൾ വ്യത്യാസപ്പെടുത്തി പറയുന്നുണ്ട്. ഫലത്തിൽ രണ്ടും ഒന്ന് തന്നെ ആണെങ്കിലും സോൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ കുറച്ചുകൂടെ ദൈവികമായ അംശവും, സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാനുഷിക തലത്തിലുള്ള ആത്മാവിന്റെ അംശവും, അങ്ങനത്തെ അല്പം ഒരു വ്യത്യാസം ഇതിനകത്ത് മറ്റു ചില വിശുദ്ധ പിതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ട് അതേപ്പറ്റി മനസ്സിലാക്കാനായിട്ട് അത്ര എളുപ്പമാണ് തോന്നുന്നത്. അങ്ങനെ പറയുന്നത്. പക്ഷെ എങ്കിലും ഒരു വ്യത്യാസം, ഒരേ ആന്തരിക എൻറ്റിറ്റിയുടെ തന്നെ ഒരു അങ്ങേ വശോ ഇങ്ങേ വശോ, അങ്ങനെയാണ് എനിക്ക് തിരിയുന്നത്. അത്രയേ ഉള്ളൂ. അതോടൊപ്പം വ്യതിരിക്തരായ ആ 3 ആളുകൾ ഒരു സാരാംശവും ഒരു ശക്തിയും ഒരു ജ്ഞാനവും ഒരേ ഒരു ദൈവവുമാണെന്ന സവിശേഷമായ ബോധവും അസന്നിഗ്ധമായ അവഗാഹവും അവൾക്ക് സിദ്ധിക്കുന്നു. അവർ ഉത്തേജനം അരൂപിക്ക് അല്ലെങ്കിൽ തേജസ്സിന്, സ്പിരിറ്റിന് കിട്ടിക്കഴിയുമ്പോൾ ഈ ദൈവത്തിൻ്റെ 3 വ്യക്തികളും ഒരേ സാരാംശം, ഒരേ സത്ത, ഒരേ ശക്തി, ഒരേ ജ്ഞാനം, ഒരേ ദൈവവുമാണ് എന്ന് ഒരു സവിശേഷമായ ബോധം, അതുപോലെ അസന്നിഗ്ധമായൊരു അവഗാഹം, ആഴപ്പെട്ടൊരു അവഗാഹം, അറിവ് കിട്ടുകയാണ്. വിശ്വാസം കൊണ്ട് നാം അറിയുന്നത് അവിടെ ആത്മാവ് നേരിട്ട് കാണുന്നുവെന്ന് പറയാം.
നമ്മൾ ത്രിത്വക ദൈവത്തെക്കുറിച്ച് വായിച്ചും പഠിച്ചും വിശ്വസിച്ചും പറഞ്ഞും ഒക്കെ എടുക്കുന്ന കാര്യങ്ങൾ ഇവിടെ ആത്മാവ് നേരിട്ട് കണ്ട് എന്ന പോലെ അനുഭവിച്ച് അറിയുകയാണ്. എന്നാൽ ഭാവന ദർശനവും അല്ലാത്തതിനാൽ, ഇമാജിനറി വിഷൻ അങ്ങനെയല്ല, അല്ലാത്തതിനാൽ ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ കണ്ണുകൾക്കും ഗോചരമല്ല. ഇപ്പൊ ശരീരത്തിൻ്റെ കണ്ണുകൊണ്ട് ഒട്ടുമല്ല, ആത്മാവിൻ്റെ കണ്ണുകൊണ്ടും അല്ല ഇത് കാണുന്നത്. അതിനും അപ്പുറമാണ് താനും. കാരണം ഒരു ഭാവനാ ദർശനം അല്ല താനും. അതിനിടയിൽ 3 ദൈവിക ആളുകളും ആത്മാവുമായി സംസർഗം ചെയ്യുകയും അവരോട് സംസാരിക്കുകയും തന്നെ സ്നേഹിക്കുകയും തന്നെ പ്രമാണങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്ന ആത്മാവിനോട് കൂടെ വസിക്കുവാൻ പിതാവ് പരിശുദ്ധാത്മാവ് വരുമെന്ന് കർത്താവ് സുവിശേഷത്തിൽ അരുളിച്ചെയ്ത വാക്കുകൾ അവളെ ഗ്രഹിപ്പിക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ 14:23 വാക്യം, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുന്നു, അപ്പം ഞാനും അവനെ സ്നേഹിക്കും, പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവരുടെ അടുത്ത് വന്ന് ആ വ്യക്തിയിൽ വാസം ഉറപ്പിക്കും എന്ന് പറയുന്ന വചനത്തിലേക്കാണ് മദ്രസ അവിടെ വരുന്നത്. ആദ്യം തന്നെ കണ്ടതാണ് മദ്രസ ആഭ്യന്തര കർമ്മത്തിൻ്റെ ആഴപ്പെട്ട അനുഭവം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പം ഇങ്ങനത്തെ 3 വ്യക്തികൾ, പിതാവും പരിശുദ്ധാത്മാവും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ നേരത്തെ തന്നെ പറയുന്നുണ്ട്, അവൻ നിങ്ങളുടെ കൂടെ ആയിരിക്കും, നിങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ ത്രിത്വകത്തിലെ 3 വ്യക്തികൾ ഉള്ളിൽ വസിക്കുന്നു. അങ്ങനെ വസിക്കുന്ന 3 ദൈവിക ആളുകളും ആത്മാവുമായി സംസർഗം ചെയ്യുകയും അവിടെ സംസാരിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് ഈ വ്യക്തിയെ തൻ്റെ ഭവനമായി വീടാക്കി തീർത്തിരിക്കുന്നു എന്നുള്ള വലിയൊരു അനുഭവത്തിലേക്ക് ശരീരത്തിൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടല്ല, ആത്മാവിൻ്റെ കണ്ണുകൊണ്ടും കണ്ടിട്ടല്ല, മറിച്ച് അതിനപ്പുറമുള്ള ഒരു ഇൻ്റലക്ച്വൽ വിഷൻ വഴിയായിട്ട് ആത്മാവ് തിരിച്ചറിയുന്നു എന്ന് മദ്രസ പറയുകയാണ്. അപ്പോൾ ത്രിത്വക ദൈവത്തെക്കുറിച്ചുള്ള ആഴപ്പെട്ട അറിവും അവഗാഹവുമാണ് അതുവഴി ആത്മാവിന് ലഭിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശുമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.